ഹായ്, കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം പുതിയൊരു വീഡിയോ. ഈ വീഡിയോ സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഫ്രണ്ട്സൊക്കെ കൂടി പറഞ്ഞിട്ടുണ്ട് കാണിക്കണം, അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അതായത് ഇവിടെ ഒരു സൺഡേയ്സിലൊരു മാർക്കറ്റ് ഉണ്ടാവും. ഡൽഹി ഏരിയയിലല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ മിക്ക സ്ഥലത്തും ഞായറാഴ്ചകളിൽ പച്ചക്കറി മാർക്കറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഒരു പച്ചക്കറി മാർക്കറ്റ് സൺഡേ മാർക്കറ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു പുളിഞ്ചി. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളെ കോളനി കഴിഞ്ഞിട്ട് ഈ ഒരു ഇടുങ്ങിയ വഴിയുണ്ട്, ഇതൊരു ഷോർട്ട് കട്ടാണ്. ഈ വഴിയിലൂടെ കയറിയാലാണ് നമ്മൾ ആ മാർക്കറ്റിലെത്തുക. നല്ല വൃത്തിഹീനമായ വഴിയാണ്. ഇന്നിപ്പോൾ അത്യാവശ്യം വൃത്തി കാണുന്നുണ്ടെങ്കിലും ഇത്ര വൃത്തി ഉണ്ടാവുകയില്ല സാധാരണഗതിയിൽ. നമ്മൾ വഴി കയറി വരുന്നത് നേരെ കാണുന്നതൊരു അമ്പലമാണ്, വാൽമീകി മന്ദിർ എന്ന് പറയും ഇതിന്. മഹർഷി വാൽമീകി മന്ദിർ എന്ന് പറയും അമ്പലത്തിന്. അത് കഴിഞ്ഞ് നേരെ ഒരു റോഡിലേക്കാണ് നമ്മൾ കയറുന്നത്. നമ്മളെ നാട്ടിലെല്ലാം കാണുന്നത് ഒരു നോർമൽ റോഡ്, മെയിൻ റോഡ്, ഹൈവേ ഒന്നുമല്ല, ഒരു സിമ്പിൾ നോർമൽ റോഡാണ്. അപ്പോൾ ഈ റോഡ് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇതിൻ്റെ ഓരോ സൈഡിലും കടകൾ തുടങ്ങും. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആ മാർക്കറ്റിൻ്റെ കുറച്ചങ്ങ് എത്തുമ്പം തിരക്ക് കൂടും. അതുപോലെ സൈഡിൽ ഒരുപാട് കടകളുണ്ടാവും. പിന്നെ എന്താ പറയുക, ഇപ്പോൾ റഷ് വന്നില്ല. കാരണം വെച്ചാൽ ഈ സമയത്ത് തുടങ്ങുന്ന ഒരു ഈവനിങ്, ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു 6 മണി 7 മണിയൊക്കെ കഴിയുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങും. ഈ കാണുന്നവരൊക്കെ ഇവിടുത്തെ സ്ഥിരം കച്ചവടക്കാർ തന്നെയാണ്. എന്നുവെച്ചാൽ ഒന്നുമല്ല, ഇതിൽ ചെറിയ എന്താ പറയുക, ഫാൻസി ഐറ്റംസ്, ചെരുപ്പ്. സത്യം പറഞ്ഞാൽ ഈ കാണുന്ന ചെരുപ്പെല്ലാം ക്വാളിറ്റി കുറവായിരിക്കും, പക്ഷേ റേറ്റും കുറവായിരിക്കും. 100 രൂപയിൽ താഴെയെല്ലാം ആയിട്ട് ഈ ചെരുപ്പ് കിട്ടും. നമുക്കത് ബാർഗെയിൻ ചെയ്യുന്ന ആൾക്കാർ, അതിൻ്റെ മുകളിലും ബാർഗെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. 100 എന്ന് പറഞ്ഞാൽ, അതായത് ഒരു നോർമൽ ചെരുപ്പ് 100 രൂപ കിട്ടുന്നതാണെങ്കിൽ അതിൻ്റെ മുകളിലും ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുന്ന ആൾക്കാരാണ് ഈ ഏരിയയിലൊക്കെ കൂടുതലുള്ള ആൾക്കാർ. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നോർമലി ഇപ്പോൾ 100 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വാങ്ങിക്കും. പിന്നെ കുറച്ച് ജിലേബി, പാനിപ്പൂരി, ബേൽപൂരി, പിന്നെ ഒരു മെയിൻ ഐറ്റം ചോളെ ഭട്ടൂരി, അത് കാണിച്ചു തരാം. കുറേ കടകളുണ്ട്. ഇത് ചെറിയ ചെറിയ കടകൾ സ്റ്റാർട്ട് ചെയ്ത്, ചെറിയ ഉന്തുവണ്ടിയിൽ അവർ ചെയ്യുന്ന ഇത് സ്റ്റാർട്ടിങ് ആണ്. ഇതിൻ്റെയൊക്കെ കുറച്ചും കൂടി എന്താ പറയുക, കൂടിയ വേർഷൻ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ മെയിൻ ആയിട്ട് കയറുമ്പോൾ കാണാം. പിന്നെ ഇതേപോലെ തുണികൾ മിക്ക ഞായറാഴ്ചകളിലും ഇവർ ഈ കച്ചവടക്കാരൊക്കെ ഇവിടുത്തെ സ്ഥിരം ആൾക്കാരായിരിക്കും. കാരണം ഇവർക്ക് ഒരു സ്ഥലം കാണും, അതായത് എൻ്റെ സ്ഥലമാണ്, അവിടെ വേറെ ആൾക്കാർ വരില്ല. പച്ച മലയാളത്തിൽ ഞായറാഴ്ച ചന്തകൾ എന്ന് പറയുമ്പോൾ ഇതിൽ പച്ചക്കറിയൊക്കെ എല്ലാവരും വാങ്ങിക്കാൻ വരും, എല്ലാവർക്കും. പക്ഷെ നമ്മൾ ഇവിടെ ഈ കാണുന്ന സാധനങ്ങളില്ല, ഈ ഡ്രസ്സായിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കി കാണുന്ന സാധനങ്ങളായിക്കോട്ടെ, ഇതെല്ലാം കൂടുതൽ ഇവർ എയിം ചെയ്യുന്നത് മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കായിരിക്കും. ആയിരിക്കുന്നല്ല, ആണ്. കാരണം വെച്ചാൽ ഐറ്റമിൻ്റെ ക്വാളിറ്റി കുറച്ച് ചീപ്പായിരിക്കും, റേറ്റും അതേപോലെ തന്നെ ചീപ്പായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബാർഗെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചില കച്ചവടക്കാരുണ്ടാവും നല്ല ക്വാളിറ്റി സാധനം കൊണ്ടുവരുന്നത്, അപ്പോൾ അതിനനുസരിച്ച് റേറ്റും കൂടുതലായിരിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ് റേറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മുടെ ഈ കാണുന്ന, അതായത് പാനിപ്പൂരി അല്ലെങ്കിൽ ഇതായിക്കോട്ടെ, നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി കഴിയുമ്പോൾ നമുക്കിപ്പോൾ 20 റുപ്പീസ് അല്ലെങ്കിൽ 30 അങ്ങനെ ഒരു പ്ലേറ്റ് തരുന്ന സാധനം ഇവർ 10 രൂപക്കൊക്കെ തരും. കാരണം ഇവിടെ ആ ഒരു രീതിയിലുള്ള ആൾക്കാർ വരിക. അത് ഫുഡ് ഐറ്റംസിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. കാരണം ഇവിടെ ചോളെ ഭട്ടൂരിൻ്റെയൊക്കെ ഷോപ്പ് ഉണ്ടാവും, അവിടെയൊക്കെ 30 രൂപ 40 രൂപക്കൊക്കെ അവർ നല്ല പ്ലേറ്റ് കൊടുക്കും. നമ്മൾ കടയിൽ പോകുമ്പം 50, 60, 70 കൊടുക്കുന്ന സ്ഥലത്ത് അവർ 30, 40 തരും. പിന്നെ എല്ലാ ആൾക്കാരും, അതായത് നമ്മുടെ ഈ ലോക്കലുള്ള ആൾക്കാരൊക്കെ, ഈ ലോക്കാലിറ്റിയിലുള്ള ആൾക്കാർ കൂടുതലും അതൊക്കെ കഴിക്കും. ഇപ്പോൾ അതിന് ഈ ബാഗിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് 100, 200, 250 റേറ്റാണ്. ഈ കാണുന്ന എന്താ പറയുക, ഫ്രൂട്ട്സിന് നമ്മൾ നോർമൽ വീക്ക് ഡേയ്സിൽ നമ്മൾ വേറെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിൻ്റെ അകത്തുനിന്ന് ഒരു 10 രൂപ 20 രൂപ കുറവിലാണ് ഇവിടെ കിട്ടുക. അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതൽ ഇവിടുന്ന് വാങ്ങിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളിവിടെ മുന്തിരിയൊക്കെ ഉണ്ട്, അതായത് ഒരു 1/4 കിലോ മുന്തിരിങ്ങക്ക് നമ്മൾ നോർമൽ മാർക്കറ്റിൽ പോകുമ്പോൾ 60 രൂപ കിട്ടുകയാണെങ്കിൽ ഇവിടെ ഒരു 40 കിട്ടും.
പിന്നെ നമ്മളൊക്കെ അവോയ്ഡ് ചെയ്യുന്നൊരു സാധനമാണ് ഈ കാണുന്ന ചോമിൻ എന്ന് പറയും, ചോമിൻ. കാരണം അത് അത്ര വൃത്തിയില്ല കാണാൻ, പക്ഷെ അത് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കുഞ്ഞ് പ്ലേറ്റിൽ അവർ കൊടുക്കുക, ഒരു 10 രൂപക്കൊക്കെ അവർ കൊടുക്കും. ഇനിയിപ്പോൾ ഈ റൈറ്റ് സൈഡിലോട്ട് നമ്മൾ പോകുന്നതാണ് മെയിനായിട്ടുള്ള സൺഡേ മാർക്കറ്റിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് കൂടുതലും കടകളുള്ളത്. പിന്നെ ഈ കടകളിലൊക്കെ അവർ കുറച്ച് പേയ്മെൻറ്റും കൊടുക്കേണ്ടത്. അതായത് ഇതിൻ്റെ ഏതൊരു കോർപ്പറേഷൻ ആണോ MCD ആണോ അല്ല ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെന്ന് അറിയില്ല. കാരണം ഒരാൾ നമ്മളെപ്പോഴും വന്നാൽ കാണാം, ഒരാൾ ഇതിലേ നടന്നിട്ട് എല്ലാ കടക്കാരിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് പോകുന്നത്. ഇത് പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ഇവരിവിടെ കച്ചവടം ചെയ്യുന്നത്. ഈ കാണുന്ന തുണികൾ കണ്ട, ഫുള്ള് നല്ല തുണികളുണ്ട്. എന്ന് വെച്ചാൽ വലിയ സ്റ്റൈലൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്കത് യൂസ് ചെയ്യാം. നമ്മൾ ഡെയിലി യൂസ്, നമുക്ക് വീട്ടിൽ നിന്ന് നോർമലി നമ്മൾ പുറത്തൊന്നും പാർട്ടി വെയർ അല്ലല്ലോ, ഒന്നും പാർട്ടി വെയർ അല്ല, എല്ലാം കാഷ്വൽ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ്. ഇപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ആ നേരെ മുന്നിൽ കാണുന്നത് നമ്മളെ ചക്കയാണ്. നമ്മുടെ നാട്ടിൽ അടിപൊളി കിട്ടുന്ന ചക്ക. പക്ഷേ ഇവിടെ ഒരു വലിയൊരു വർക്കത്തില്ല, കാണാനൊരു വലിയൊരു ഇതില്ലാത്ത ചക്കയാണ്. എല്ലാവരും ഇങ്ങനെ, അതായത് ഇന്നത് അങ്ങനെയൊന്നുമില്ല. അതായത് പച്ചക്കറി കഴിഞ്ഞ് ചിലപ്പോൾ തുണി കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും പച്ചക്കറി, നല്ല കണ്ട ഫ്രഷ്. ഇതൊക്കെ നല്ല ഫ്രഷ് സാധനമായിരിക്കും. കോളിഫ്ലവർ, ബ്രോക്കോളി, ക്യാബേജ്, ഇതൊക്കെ നല്ല ഫ്രഷ്. അതായത് ഈ നമ്മളെ കൂടുതൽ സൺഡേ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് സാധനം കിട്ടും. നമുക്ക് കടകളിലേക്ക് പോകുമ്പം അങ്ങനെ മാറും. ഇത് മിക്ക നമ്മൾ നോക്കിയെടുക്കാതെ നമുക്ക് നല്ല സാധനം തന്നെ കിട്ടും. ഒരുവിധം എല്ലാ സാധനവും ഉണ്ടോ, അതായത് നമ്മൾ മാർക്കറ്റിൽ വരുന്ന എല്ലാ സാധനവും, ചക്കയെല്ലാം ഉണ്ട്. പിന്നെ കണ്ടിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ ഇവരുടെ അടുത്ത് മാങ്ങയുണ്ടോ. അപ്പോൾ നമ്മൾ മാങ്ങേനെ പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങളെ കേരളത്തിൽ നിന്ന് വരുന്ന മാങ്ങയാണ്. അതായത് കേരളത്തിൽ നിന്ന് വരുന്ന മാങ്ങ ഇവർ 1/4 കിലോന് 60 റുപ്യ ഇല്ലാന്ന് മാങ്ങയിൽ ഇവർ കൊടുക്കുന്നത്. നമ്മൾ പച്ച മാങ്ങയിലുണ്ടാവും. ഇതൊരു പഴുത്ത മാങ്ങ വന്ന് തുടങ്ങിയില്ല, വന്ന് തുടങ്ങുമ്പോൾ തന്നെ അവരത് അപ്പം തന്നെ ഒരു മാങ്ങയുടെ സ്റ്റിക്കർ ഒട്ടിക്കും. ഭയങ്കര കച്ചവടം. അതായത് ഒന്നുമില്ല, അവർ നമുക്ക് കാണാം ഈ സൺഡേ മാർക്കറ്റ് തുടങ്ങുന്നതിന് മുന്നേ വന്ന് നോക്കി കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് മാങ്ങ ഇറക്കുന്നത് ഒരാൾ ഇരുന്നിട്ട് സ്റ്റിക്കർ ഒട്ടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ എന്താ പറയുക, നല്ല സ്റ്റിക്കർ കണ്ട, നിങ്ങൾക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് കാണുന്നില്ല, അപ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടാണ്, മറ്റേ അവിടുന്ന് വന്നെയാണ്. പിന്നെ ഈ ഫ്രണ്ട് കാണുന്നത് അച്ചാർ ഓപ്പണായിട്ട് വെക്കുകയാണ്. നമ്മൾ നോർമലി ഇത് വാങ്ങിക്കാറില്ല, കാരണം വാങ്ങിക്കാൻ തന്നെ തോന്നാറില്ല. പക്ഷെ ഹിന്ദിക്കാരൊക്കെ എപ്പോൾ വാങ്ങിക്കും. കൂടുതലും കടുകെണ്ണയിൽ, സർസോ എന്ന് പറയുന്ന കടുകെണ്ണയിലാണ് ഇവർ ഉണ്ടാക്കുക. ഇങ്ങനെ ഓപ്പണാക്കി വെച്ചിട്ടാണ് ഇവർ വെക്കുക. കാരണം വണ്ടി പോവും, പൊടിയടിക്കും, പൊടിയാവും. പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല, നമ്മളിവിടുന്ന് വാങ്ങിക്കില്ല എന്നേ ഉള്ളൂ. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മൾ ഏതെങ്കിലും വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം തരുമ്പം കൂടുതൽ ഇത് തരും, നമ്മളത് കഴിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ മുന്നിൽ കാണുമ്പോൾ നമ്മളത് വാങ്ങിക്കില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇതേ നമ്മൾ കൂടുതലും പോകുമ്പോൾ നമുക്ക് ബെഡ്ഷീറ്റ്, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബെഡ്ഷീറ്റാണ്. അത് 200 രൂപക്കൊക്കെ ഡബിൾ ബെഡ്ഷീറ്റ് കിട്ടും. പക്ഷെ ഒന്നും കോട്ടൺ അല്ല, പ്യൂർ കോട്ടൺ അല്ല, അത് മറ്റേ ഒരു മിക്സ് ടൈപ്പ് ആയിരിക്കും. 2 അലക്കൽ കഴിഞ്ഞാൽ അത് നശിക്കും. പക്ഷെ എന്നാലും വെറുതെ നമുക്കൊരു യൂസ് ചെയ്യാം, ടേബിൾ ക്ലോത്ത് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് സാധനങ്ങളാണ്. അതുപോലെ തന്നെ സാരി മെറ്റീരിയൽ കാണും, ചുരിദാർ മെറ്റീരിയൽ ഉണ്ടാവും. പക്ഷേ ഈ സാരി മെറ്റീരിയൽ എല്ലാവരും പറയും, ഇപ്പോൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കാണാം 250 രൂപയ്ക്ക് സാരി മെറ്റീരിയൽ ഉണ്ടാവും. പക്ഷേ ആ സാരി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന സാരിയല്ല, ഈ ഹിന്ദിക്കാരുടെ ഈ കുറച്ച് ഷൈനിങ് ടൈപ്പ് സാരി. നമുക്കത് നമ്മളെ നോർമൽ യൂസ് ചെയ്യുന്ന നാട്ടിൽ പറ്റില്ല. ഇവർ പക്ഷേ നോർമൽ യൂസ് ചെയ്യും. ഇവർ ഇപ്പോൾ കാഷ്വൽ വിസിറ്റിനൊക്കെ പോകുമ്പോൾ ഈ സാരിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് പോവുക. ഇപ്പോൾ കണ്ടില്ലേ ചോളെ ഭട്ടൂരെ, അതായത് മെയിൻ ഐറ്റം ഇവിടെ ചോളെ ഭട്ടൂരെ ഷോപ്പ് ഒരുപാടുണ്ട്. ഇവിടെ ചോളെ ഭട്ടൂരെ ഷോപ്പ്, എല്ലാവരും ചോളെ ഭട്ടൂരെ കഴിച്ചിട്ട്, ഷോപ്പിങ്ങിന് വരുന്ന ആൾക്കാർ ചോളെ ഭട്ടൂരെ കഴിച്ചിട്ട് ഇവിടുന്ന് പോകാറുള്ളൂ. അതുകൊണ്ട് ഇത് ലാസ്റ്റ് ഉണ്ട്, എൻഡിലും ഉണ്ട് ഈ ഷോപ്പ് കാണുന്നത്. അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളെല്ലാവരും തിരിച്ചു പോകും. നമ്മളും ഇതേപോലെ സാധനം വാങ്ങി തിരിച്ചു പോകും. അപ്പോൾ അടുത്ത ഞായറാഴ്ചക്കായി എല്ലാവരും വെയിറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത സൺഡേ ഇതുപോലെ ആൾക്കാർ വന്ന് എൻജോയ് ചെയ്യും, സാധനങ്ങൾ വാങ്ങിക്കും, പോവും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും സൺഡേ മാർക്കറ്റിൽ വരുന്നത്. പക്ഷേ അതൊരു രസമാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി സൺഡേ മാർക്കറ്റ് ഒരു വികാരമാണ്. അപ്പോൾ താങ്ക് യു.